ലാൻഡ്സ്കേപ്പ് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഒബ്ജക്റ്റ് ആണ് തെങ്ങ്, അല്ലേ? ഒരു വില്ലേജ് വ്യൂ ആയാലും ഒരു ബീച്ച് വ്യൂ ആയാലും അതിൽ ഒരു തെങ്ങ് വരക്കുമ്പോഴാണ് ആ ഒരു സീനറി കംപ്ലീറ്റ് ആവുന്നത്, ശരിയല്ലേ? എന്നാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള പലർക്കും തെങ്ങ് വരക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു തെങ്ങ് ശരിയായി വരയ്ക്കാമെന്ന് നമുക്ക് പഠിക്കാം. വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ട്രീയുടെ ട്രങ്ക്, തടിയുടെ പോർഷൻ 2 ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് വരച്ചെടുക്കണം. കൺസ്ട്രക്ഷൻ ലൈൻസ് ആണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആ തെങ്ങിൻ്റെ സ്ട്രക്ചർ നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യുന്നത്. ഇനി ലീഫിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തെടുക്കണം. ഓരോ ഭാഗത്തേക്കുള്ള ഇങ്ങനെ ഒരു സൺറൈസ് പോലെ ഇങ്ങനെ ചെയ്തെടുക്കണം. ഓക്കെ, ഇതാണ് നമ്മളുടെ കോക്കനട്ട് ട്രീയുടെ തെങ്ങിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിലെങ്ങനെയാണോ ലീഫ്, തെങ്ങോലകൾ കാണാൻ പറ്റുന്നത്, അവരുടെ ഡയറക്ഷൻ അനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ HB പെൻസിലോ 2B പെൻസിലോ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഭാഗത്ത് ലീഫിൻ്റെ ഡയറക്ഷൻ നോക്കുക, ഒരു മൂവ്മെൻ്റ് അനുസരിച്ച് ലൈറ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ തെങ്ങ് വരക്കുന്ന സമയത്ത് അതിൻ്റെ ലീഫും കാര്യങ്ങളും മെൻഷൻ ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ഭാഗത്തും അതേപടി മാർക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തെങ്ങോലകൾ മുഴുവനായിട്ടും കാണാൻ പറ്റില്ല. അതിൻ്റെ ഓരോ ഭാഗത്തു നിന്നും ഓരോ ആംഗിളിൽ നിന്നും നോക്കുമ്പോൾ ഏതൊക്കെ പോർഷനാണ് കാണാനായിട്ട് കഴിയുന്നത് അത് മാത്രം മാർക്ക് ചെയ്തെടുത്താലും മതിയാവും. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തെ ഓലകൾക്ക് 2 വശങ്ങളും ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേപടി നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണോ വരുന്നത് ആ ഫ്ലൂവൻസി, അതിൻ്റെ മൂവ്മെൻറ്റ്, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഓലകൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ചിത്രം ഞാൻ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ബിഗിനേഴ്സിന് ഫോളോ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഡ്രോയിങ്ങിൻ്റെ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്യാം. ഞാൻ 4B എടുക്കുന്നുണ്ട്. ഇനി ഷെയ്ഡ് വേണ്ട ഭാഗങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ലീഫിൽ ഏതൊക്കെ ഭാഗത്തായിരിക്കും ഡാർക്കായിട്ട് കാണാൻ കഴിയുന്നത് അതേപടി കുറച്ചുകൂടി ഡാർക്ക് കൂട്ടി ഷെയ്ഡ് കൊടുക്കണം. ഇതുപോലെ ചെയ്താൽ മതി. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ട് ഷെയ്ഡ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ.
ഓലയുടെ ട്രങ്ക്, ആ ഒരു മടല്, അതേപോലെ ആ തെങ്ങിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന ആ ഒരു പോർഷൻ, അതൊക്കെ അതേപടി മെൻഷൻ ചെയ്യുക. അതിൻ്റെ ആ പൂക്കുലയും ഇതൊക്കെ ഉണ്ടാകുന്നില്ല, ഒരു കറുത്ത ഒരു പോർഷൻ, അതേപടി ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അത് കുറേ മുകളിലാണ്, നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നെന്ന് മാത്രം. ഇനി തെങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് ഷെയ്ഡ് കൊടുക്കാം. 4B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഷെയ്ഡ് മാർക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു ഭാഗത്ത് ലൈറ്റ് ആയിരിക്കും, അവിടെ ഷെയ്ഡ് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ട്രീയുടെ പോർഷനിൽ അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അത് ജസ്റ്റ് അതേപടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ഡീറ്റെയിലിംഗ് കൊടുക്കേണ്ട കാര്യമില്ല. ബിഗിനേഴ്സിന് വരക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിയുന്നത്രയും ലൈറ്റായിട്ട് സിമ്പിളായിട്ട് ചെയ്താൽ മതിയാവും. ഇനി തെങ്ങോലകൾ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് ഡാർക്കാണ് വരുന്നത്. ഇനി വൈറ്റ് വേണ്ട ഭാഗം ഞാൻ ഇറേസർ പെൻസിൽ യൂസ് ചെയ്ത് കുറച്ചുകൂടെ ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ തടിയുടെ പോർഷൻ കുറച്ചുകൂടെ ബെറ്ററായിട്ട് കിട്ടും. കണ്ടില്ല, ഒരു റിയലിസ്റ്റിക് എഫക്റ്റ് നമുക്ക് കാണാനായിട്ട് കഴിയും. ബിഗിനേഴ്സിന് എളുപ്പത്തിൽ ഇറേസർ പെൻസിൽ യൂസ് ചെയ്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രീ ഡ്രോയിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആ ലാൻഡ്സ്കേപ്പ് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തെങ്ങ് നമുക്കില്ലാതെ വേറെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. തെങ്ങിനെ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഒബ്ജക്റ്റാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.